ഹലോ മക്കളെ, ഇത് നമ്മുടെ വാഗമൺ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അങ്ങനെ ഞങ്ങൾ വാഗമണിൽ പൈൻ ഫോറസ്റ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ പോയത് ഈ ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ. മെഡോസ് അല്ലെങ്കിൽ പുൽമേട് എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല കിടില ഒരു സ്ഥലമാണ്. കാരണം ചുറ്റും നോക്കിയാൽ കുറേ കുന്നുകളും അതുപോലെ തന്നെ ഇത് കണക്ക് പുൽമേടും ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടായിരുന്നു വാഗമൺ വരുന്നത്, അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളെല്ലാം എനിക്ക് പുതുമയുള്ളതായിരുന്നു. നമുക്കവിടെ കാണാനുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെയുള്ള ചെറിയ ചെറിയ കുന്നുകളും പുൽമേടുകളും തന്നെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും ആ ഒരു പാഞ്ചാലിമേട്ടിലുണ്ടായിരുന്ന അത്ര ഇവിടെ ചൂട് നമുക്ക് ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ അവിടെ ഒരു സിപ്പ് ലൈൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് വലുതായിട്ട് അറിയില്ല. അങ്ങനെ നമ്മൾ കയറിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഈ ഒരു കുതിരയെ കണ്ടു. എങ്കിൽ അതിൻ്റെ മുകളിലൊന്ന് കയറി കളയാമെന്ന് കരുതി അങ്ങനെ ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ കയറുകയാണ് കേട്ടോ. ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, തന്നെ ഓടിയൊന്നും പോകത്തില്ലല്ലോ എന്നൊക്കെ, എൻ്റെ കൂടെ വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ നമ്മൾ എന്തായാലും ഞാൻ അതിൻ്റെ മുകളിൽ കയറി. അതാ ആ കാലെടുത്ത് തന്നെ കൂടെ വരും. ഞാൻ തന്നെ എടുത്ത കൂടുന്ന ഫോട്ടോ എടുക്കാം. അതിനെ പേടിപ്പിക്കല്ലേ. പോട്ടോ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ലായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് കയറിയപ്പോൾ ഈ കുതിരയെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് കയറണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വെളിയിൽ ഇറങ്ങിയപ്പം എന്തായാലും വന്നതല്ലേ, ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാന്ന് കരുതി കയറിയതാണ്. ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ഉല്ലസിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു റൈഡ് ചെയ്യണോ എന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ സ്ലോ ആയിട്ടല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ സ്പീഡായിട്ട് റൈഡ് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇതിനൊക്കെ നൈസായിട്ട് ഇങ്ങനെ നടന്നങ്ങ് പോയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കൊണ്ടുപോയി കുതിരയെ പാർക്ക് ചെയ്യാം. ചെരുപ്പ് ചവിട്ടല്ലേ. അടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ എത്തിയപ്പോൾ ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. മഴ പെയ്യും അല്ലെ കോട വരും എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാണുന്നതാണ് തങ്ങൾപാറ. കുറേ പേര് അതിൻ്റെ മുകളിൽ നിൽപ്പുണ്ട്. അപ്പം മിക്കവരും ഇറങ്ങുമായിരുന്നു. കാരണം ഈ മഴ വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് കയറ്റില്ല. കാരണം ഇടിയും മിന്നലും ഒക്കെ നല്ല പ്രശ്നമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങളോട് അതിൻ്റെ മുകളിലോട്ട് കയറണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്തു കയറുന്നില്ല എന്ന്. പക്ഷെ പിന്നെ കണ്ട കാഴ്ച, ദൈവമേ, ഞാനിപ്പോൾ ആ പാറ കാണിച്ചെന്നില്ലേ, അതൊക്കെ മൊത്തം മൂടിക്കൊണ്ട് ഫുൾ കോട ഇറങ്ങി കേട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അന്ന് കോട കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. കാരണം ഞങ്ങളുടെ ചുറ്റും ഈ മഞ്ഞിങ്ങനെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അയ്യോ അടിപൊളി, പോയാർന്ന് നഷ്ടമായിരുന്നു. ഞാൻ എന്റെ ബിഫോർ എടുത്തായിരുന്നു. ഇത്രയും തിക്കായിട്ടുള്ള കോട ഞാൻ ഇതുവരെ പൊന്മുടി പോയിട്ടും മൂന്നാർ പോയിട്ടും കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ ചെന്ന സമയം നല്ല കറക്റ്റ് ടൈമായിരുന്നു. ചുറ്റുമുള്ളവരെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഈ കോട വന്ന് നമ്മുടെ ചുറ്റും അങ്ങ് നിറഞ്ഞ്, അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നേരത്തേക്ക് എനിക്ക് ആ കടയുടെ അപ്പുറം എന്താണെന്ന് നല്ല കറക്റ്റായിട്ട് കാണാമായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം വ്യൂ മാറി, അല്ലെ വ്യൂ മങ്ങി മങ്ങി ഫുൾ അടഞ്ഞിരിക്കുകയാണ്. അതോ ഈ ഒരു പോർഷനിലായിരുന്നു നമ്മളുടെ ആ ഒരു പാറ ഉണ്ടായിരുന്നേ. പാറ എവിടെ പോയോ എന്തോ, എന്തായാലും നിറച്ച് കോട നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊല്ലംകാർക്ക് ഈ കോട എല്ലാം കാണാൻ കിട്ടുമോ? അങ്ങനെ ഇതങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം അങ്ങ് അതിന്റെ പുറകെ ഓടി നടന്ന് കളിക്കായിരുന്നു. ചെറുതെന്നോ വലുതെന്നോ പ്രായവ്യത്യാസം ഒന്നുമില്ല. എന്നോട് ജോലി ചെയ്യുന്ന എല്ലാവരും എന്തായിരുന്നു ഇതിന്റെ പുറകെ ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു. കാരണം ഞങ്ങൾ കുറച്ച് മുന്നേ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം ഇതെല്ലാം ക്ലിയർ ആയിരുന്നു. പെട്ടെന്ന്
പെട്ടെന്നായിരുന്നു ഇതെല്ലാം അങ്ങോട്ട് കയറി വന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നടന്ന് ഇത് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പായിരുന്നു, നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. ഈ ഒരു ട്രിപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് തെളിയിക്കുന്ന കുറേ ആൾക്കാരുടെ കൂടെ ആയിരുന്നു ഈ ഒരു ട്രിപ്പ് കേട്ടോ. അതെനിക്കൊരു പുതിയ അനുഭവം തന്നെ ആയിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ആയിരിക്കും നമ്മൾ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഏട്ടൻ്റെ ഓഫീസിൽ നിന്ന് ഈ ഒരു ട്രിപ്പ് എൻ്റെ ദൈവം, എൻ്റെ ലൈഫിൻ്റെ കുറേ കാഴ്ചപ്പാടുകൾ മാറ്റിയ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. കാരണം കുറേ നല്ല ആൾക്കാർ, അവരൊക്കെ വൈബ് ചെയ്യുന്ന രീതിയും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നാട്ടെ കോടയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പം ഒരു അടിപൊളി മഴയും കൂടെ പെയ്തു. അങ്ങനെ വാഗമണ്ണിൽ നല്ല വെയിലും മഞ്ഞും മഴയും ഒക്കെ അനുഭവിക്കാനായിട്ട് ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ അടിപൊളിയായിട്ട് അതെല്ലാം ആസ്വദിച്ചിട്ട് നേരെ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. വാഗമൺ നമുക്ക് ക്ലൈമറ്റ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഞങ്ങൾ തങ്ങനവാറയിൽ പോയപ്പോൾ ഈ റോഡൊക്കെ ഞങ്ങൾക്ക് നല്ല പോലെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? പാഞ്ചാലിമേട് പോയപ്പോഴും മൊട്ടക്കുന്ന് കയറിയപ്പോഴും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കോട ഇറങ്ങുന്ന ഒരു ദിവസമായിരിക്കും എന്നെന്ന്. എന്തായാലും തേയിലത്തോട്ടൊക്കെ കോട ഇറങ്ങി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ വണ്ടിയിലിരുന്ന് അടുത്ത പരിപാടി തുടങ്ങി. ഞങ്ങളൊരു പാട്ട് മത്സരം കളിച്ചു. എല്ലാരും പാടി കൊഴിപ്പിക്ക്. അവരാ നമ്മളല്ലേ ഞാൻ പാടിയത്. അതൊക്കെ അറിയാവോ എല്ലാവർക്കും? ചന്ദമാമ ചന്ദ്രകാന്ത കൽപ്പടവില്ല. അയ്യോ, അടുത്ത പാട്ട് പാടി. അല്ല പാടി. എന്റെ അടുത്തിരുന്ന് പാട്ട് പാടുന്ന ഈ മാമിനെ കണ്ടില്ലേ? ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുള്ളിക്കാരി അന്ന് പരിചയപ്പെടുന്നത്. ഏട്ടൻ്റെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്നതല്ല, മാഡത്തിന്റെ റിലേറ്റീവ് ആയിട്ടാണ് ട്രിപ്പിന് കൂടെ വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോഴും അതുപോലെ എൻ്റെ പാട്ടൊക്കെ പാടുമ്പോഴും ഞങ്ങൾ തമാശകൾ പറഞ്ഞ് ചിരിക്കുമ്പോഴും ഒക്കെ എനിക്ക് എന്നൊക്കെയോ പരിചയമുള്ള ഒരാളുടെ അടുത്തിരുന്ന് ഞാൻ പെരുമാറുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പം നമ്മുടെ കൂടെ 10th +2 ഒക്കെ പഠിച്ച പിള്ളേരുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ നമ്മൾ സംസാരിക്കില്ലേ, അതുപോലൊരു വൈബായിരുന്നു പുള്ളിക്കാരിയുടെ കൂടെ കേട്ടോ. പുള്ളിക്കാരി ഈ പ്രായത്തിലും പാട്ട് പഠിക്കുന്നുണ്ട്, അവർക്ക് മ്യൂസിക്കിൻ്റെ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ ഗ്രൂപ്പൊക്കെ കാണിച്ചു തന്നു, പാടിയ പാട്ടുകൾ കേൾപ്പിച്ച് തന്നു. അപ്പം ഞാനും പറഞ്ഞു ഞാനിപ്പോൾ ഡ്രോയിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്, കല്യാണം കഴിഞ്ഞാണത് പോകാൻ പറ്റിയത്, അപ്പോൾ ഞാനിപ്പോൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഡ്രോയിങ്ങിൻ്റെ വീഡിയോസൊക്കെ പുള്ളിക്കാരിക്കും കാണിച്ചു കൊടുത്തു. അങ്ങനെ അന്ന് പരിചയപ്പെട്ട ഒരാളാണത് കേട്ടോ. അടിപൊളി ട്രിപ്പാണ് കേട്ടോ. എന്നാ പൊളി ആൾക്കാരാണെന്നറിയോ? നമ്മൾ കരുതും ചെറുപ്പക്കാർക്ക് മാത്രമേ എനർജി ഉള്ളെന്ന്. നോ, എനിക്കത് തെറ്റി ഗൈസ്. ഇത്രയും വൈബുള്ള ആൾക്കാർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ട്രിപ്പ് പോയിട്ടില്ല. അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെന്നത് ഒരു വ്യൂ പോയിന്റിലായിരുന്നു. പക്ഷേ കുറച്ച് ഇരുട്ടൊക്കെ വീണോട് നമുക്ക് അവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇങ്ങനൊരു സ്ഥലമായിരുന്നു, കുറേ വണ്ടികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. എല്ലാവരും കുറച്ച് സമയം തെറ്റിയാണോ അവിടെ വന്നതെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് അവിടെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. ആ ഒരു സ്കൈ ഒക്കെ നല്ല ഭംഗിയായിരുന്നു, റെഡ് കളറിൽ ആ ഒരു സൂര്യാസ്തമയമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു. അവിടെ നിന്നൊരു ചായയും കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്.
എനിക്ക് ഈ ട്രിപ്പിൻ്റെ അവസാനം പറയാതിരിക്കാൻ പറ്റാത്ത 2 ആൾക്കാരാണ് എൻ്റെ ഇടവും വലവും ഇരിക്കുന്നത്. ഇത് ഷാജിദ് താത്ത, അതുപോലെ തന്നെ ഇത് അസുറ മാം എന്നാണ് പേര്. ഷാജിദ് താത്തയുടെ സിസ്റ്ററാണ് കേട്ടോ. ഷാജിദ് താത്തയുടെ സിസ്റ്റർ ഭയങ്കര പൊളിയാണ്. പുള്ളിക്കാരി ഇത് കഴിഞ്ഞ് ഇനി തായ്ലൻഡ് ട്രിപ്പൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കാര്യമാണ്. ഇടയ്ക്ക് വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ എടുത്തു. അതുകൊണ്ട് ഞാൻ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഒരു കാലുവേദനയും ഭയങ്കര തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ടാണ് അവരെന്നെ കെയർ ചെയ്തത്. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ആക്സോയിലൊക്കെ എങ്ങാണ്ട് സംഘടിപ്പിച്ച് തന്നു. അതൊക്കെ ഞാൻ നെറ്റിലിട്ട് അവിടുന്ന് വണ്ടി ഇരുന്ന് റെസ്റ്റ് എടുക്കാമായിരുന്നു. അപ്പോൾ ഏട്ടൻ കൂടി ഇരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇരുന്നിട്ട് കാര്യമില്ല, അവർക്ക് എല്ലാവരുടെ ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങി. എനിക്ക് തലവേദനയ്ക്ക് എൻ്റെ കൂടെ ഇരുന്നാലും തലവേദന മാറില്ല. അങ്ങനെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു കടയിൽ അവരെല്ലാവരുടെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഞാൻ അവിടെ വണ്ടിയിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് ടയേർഡായി കേട്ടോ അന്ന്. കാരണം അത്രയ്ക്ക് ആർമാദിച്ചൊരു ദിവസമായിരുന്നു. പിന്നെ എങ്ങനെ ടയേർഡ് ആവാതിരിക്കും. മൂന്നാർ പോയി ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ ഒരു ട്രിപ്പ്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷീണവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങളായിരുന്നു ആ ഒരു ട്രിപ്പ് തന്നിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് നല്ല മനുഷ്യരായിരുന്നു കേട്ടോ, അത്രയ്ക്ക് നല്ല മനുഷ്യരായിരുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. ഞങ്ങൾ രാവിലെ താണ്ടെ വണ്ടി കൊണ്ടുവന്ന് വെച്ച സ്ഥലത്ത് നിന്ന് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഇനി നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഗംഗ മാഡം ആയിരുന്നു ഈ ട്രിപ്പ് ഫുൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എ ബിഗ് താങ്ക്സ് ടു മാഡം. അത്രയ്ക്ക് നല്ല ഒരു ഓർമ്മകളായിരുന്നു എനിക്ക് ഈ ഒരു ട്രിപ്പ് തന്നത്. ഷായിത്താത്ത ആയാലും സിസ്റ്റേഴ്സ് ആയാലും അതുപോലെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും എന്ത് സ്നേഹമുള്ള നല്ല മനുഷ്യരാണെന്നറിയാവോ. പ്യുവർ ജെംസ് ആണ് അവരൊക്കെ. അത്രയ്ക്ക് നല്ല ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം ID ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ കയറി ഫോളോ ചെയ്യണം. നമ്മളവിടെ ഡെയിലി റീൽസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.